കനത്ത മഴയിൽ തലശ്ശേരി മാഹി ബൈപ്പാസിൽ പലയിടത്തും രൂക്ഷമായ വെള്ളക്കെട്ട്. ചോനാടത്ത് ദേശീയപാതയിൽ ദീർഘനേരം ഗതാഗതം തടസ്സപ്പെട്ടു. തലശ്ശേരി മാഹി ബൈപ്പാസിൽ നിന്നും സുനിൽ ഐസക് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കനത്ത മഴയാണ് കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഞാൻ ഇപ്പോഴുള്ളത് മാഹി മുഴപ്പിലങ്ങാട് ബൈപ്പാസിലാണ്, അതായത് തലശ്ശേരി മാഹി ബൈപ്പാസിലാണ് ഞാനുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പലയിടങ്ങളിലും ദേശീയപാതയിൽ വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ആളുകളുടെയൊക്കെ അരക്കൊപ്പം വെള്ളം പലയിടങ്ങളിലും കെട്ടിക്കിടക്കുന്ന ഒരു കാഴ്ചയാണ് ദേശീയപാതയിൽ കാണാൻ കഴിയുന്നത്. വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു, ഓട്ടോറിക്ഷകൾ അടക്കമുള്ളവ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. വലിയ തിര പോലെ വെള്ളം ഇവിടേക്ക് കുത്തി ഒഴുകി എത്തുന്ന ഒരവസ്ഥ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചോനാടത്താണ്, അതായത് ഇവിടുത്തെ മുഴപ്പിലങ്ങാട് ടോൾ ബൂത്തിൽ നിന്ന് തലശ്ശേരി കണ്ണൂർ ഭാഗത്തേക്ക് ഏതാണ്ട് ഒരു 500 മീറ്റർ കടക്കുമ്പോൾ ഉള്ള സ്ഥലമാണ്. അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടെ വലിയ തോതിൽ വെള്ളം ഇങ്ങനെ ഉയർന്നു പൊങ്ങുന്ന ഒരു കാഴ്ച ഉണ്ടാവുന്നുണ്ട്. അതായത് വെള്ളത്തിന് പല സ്ഥലങ്ങളിലേക്ക് കടന്നു പോകാൻ കഴിയുന്നില്ല. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, വെള്ളത്തിന് കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുന്നു. വെള്ളം ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ വാഹനങ്ങളൊക്കെ കഴിഞ്ഞ കുറേ സമയങ്ങളായി ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഈ വാഹനങ്ങളുടെ ഒരു വെള്ളത്തിലൂടെ വരുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, വലിയ തോതിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു. ഇത് ഇവിടുത്തെ മാത്രം ഒരു കാഴ്ചയല്ല. അതായത് ഇവിടെ നിന്ന് വെള്ളത്തിന് പുറത്തേക്ക് കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുന്നതാണ് ഈ വലിയ വെള്ളക്കെട്ടിന് കാരണമാവുന്നത്. ഇത് ഇവിടുത്തെ മാത്രം കാഴ്ചയല്ല, ദേശീയപാതയിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ അതിശക്തമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ദേശീയപാതയുടെ മാത്രം അവസ്ഥ എന്ന് പറയാനും കഴിയില്ല. ഇതിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡുകളിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. അതായത് ഒരുപക്ഷെ ടോൾ ബൂത്തിന്റെ ഭാഗത്തായി വാഹനങ്ങൾ ഇപ്പോൾ അതായത് വാഹനങ്ങൾ കടന്നു പോകേണ്ടതെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപൂർവം ചില വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ വന്ന വാഹനങ്ങളിൽ പലതും ഇപ്പോൾ ഈ വെള്ളക്കെട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുന്നുണ്ട്. എന്താ അവസ്ഥ സാധിക്കേ? വളരെ ബുദ്ധിമുട്ടാണ്. ഇത് മെല്ലാതെ പണിയതിന്റെ പാലമാണ്. ഇതിന്റെ കൊല്ലം നോക്കി നിങ്ങള്, വെള്ളം പാസ്സായുള്ള പോലും ഇവിടെ ഇല്ല. ഓക്കെ, ഇതാണ് ആളുകളുടെ ഒരു അവസ്ഥ. അതായത് ആളുകളുടെ ഒരു പ്രതികരണം അങ്ങനെയാണ്. വാഹനങ്ങൾ കൊണ്ട് പോലും ഇതുവഴി കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ് ആളുകളുടെ പരാതി. വളരെ ചെറിയ കുറച്ച് നാളുകൾക്ക് മുമ്പ് മാത്രം ഉദ്ഘാടനം കഴിഞ്ഞ ഒരു പാലം അല്ലെങ്കിൽ ഒരു ദേശീയപാത, ആ ദേശീയപാതയുടെ അവസ്ഥയാണിത്. എന്തായാലും ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ദേശീയപാതയിൽ മാത്രമല്ല, ദേശീയപാതയുടെ സർവീസ് റോഡുകൾ പലതും ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്.